സംസാരത്തിൽ സൂക്ഷിക്കുക. മറ്റുള്ളവരെ എളുപ്പം വിശ്വസിക്കുന്നവന്റെ മനസ്സിന് ആഴമില്ല. പാപം ചെയ്യുന്നവൻ തനിക്കു തന്നെ തിന്മ വരുത്തുന്നു. ദുഷ്ടതയിൽ ആനന്ദിക്കുന്നവൻ ശിക്ഷിക്കപ്പെടും. വ്യർത്ഥ ഭാഷണത്തെ വെറുക്കുന്നവൻ തിന്മയിൽ നിന്ന് ഒഴിഞ്ഞിരിക്കും. കേൾക്കുന്നതെല്ലാം പറഞ്ഞു നടക്കരുത്, നിനക്കൊന്നും നഷ്ടപ്പെടുകയില്ല. മിത്രത്തോടായാലും ശത്രുവിനോടായാലും കേട്ടത് പറയരുത്. പാപമാവുകയില്ലെങ്കിൽ അത് നീ വെളിപ്പെടുത്തരുത്. കേൾക്കുന്നവന് നിന്നിൽ വിശ്വാസം നഷ്ടപ്പെടും. ക്രമേണ അവൻ നിന്നെ വെറുക്കും. കേട്ട കാര്യം നിന്നോടൊത്തു മരിക്കട്ടെ. ധൈര്യമായിരിക്കുക, നീ പൊട്ടിത്തെറിക്കുകയില്ല. രഹസ്യം കേട്ട വിഡ്ഢി പ്രസവവേദന അനുഭവിക്കുന്ന സ്ത്രീയെപ്പോലെ ക്ലേശിക്കും. തുടയിൽ തുളഞ്ഞു കയറിയ അസ്ത്രം പോലെയാണ് ഭോഷന്റെ ഉള്ളിൽ രഹസ്യം. കേട്ട കാര്യം സ്നേഹിതനോട് നേരിട്ട് ചോദിക്കുക, അവൻ അത് ചെയ്തിട്ടില്ലായിരിക്കാം. ചെയ്താൽ തന്നെ മേലിൽ അങ്ങനെ ചെയ്യാതിരിക്കട്ടെ. അയൽക്കാരനോട് നേരിട്ട് ചോദിക്കുക, അവനത് പറഞ്ഞിട്ടില്ലായിരിക്കാം. പറഞ്ഞാൽ തന്നെ മേലിൽ അങ്ങനെ പറയാതിരിക്കട്ടെ. സ്നേഹിതനോട് ചോദിക്കുക, അത് മിഥ്യ അപവാദമായിരിക്കും. കേൾക്കുന്നതെല്ലാം വിശ്വസിക്കരുത്, ആർക്കും തെറ്റുപറ്റാം. നാവുകൊണ്ട് ഒരിക്കലും പാപം ചെയ്തിട്ടില്ലാത്ത ആരെങ്കിലുമുണ്ടോ? അയൽക്കാരനെ ഭീഷണിപ്പെടുത്തുന്നതിനു മുൻപ് അവനുമായി സംസാരിക്കുക. അത്യുന്നതന്റെ നിയമം നിറവേറ്റാൻ ഇട നൽകുക. അവസരോചിതമായി സംസാരിക്കുക. സമയോചിതമല്ലാത്ത ശാസനയുണ്ട്, മൗനം അവലംബിക്കുന്ന ബുദ്ധിമാനുമുണ്ട്. കോപം ഉള്ളിൽ വയ്ക്കുന്നതിനേക്കാൾ ഭേദമാണ് ശാസിക്കുന്നത്. കുറ്റമേറ്റു പറയുന്നവന് ശിക്ഷ ഒഴിഞ്ഞു കിട്ടും. അക്രമം കൊണ്ട് നീതി നടത്തുന്നവൻ കന്യകയുടെ ശുദ്ധി അപഹരിക്കാൻ ആഗ്രഹിക്കുന്ന ഷണ്ഡനെ പോലെയാണ്. മൗനം കൊണ്ട് ബുദ്ധിമാനായി കരുതപ്പെടുന്നവനുണ്ട്, അതിഭാഷണം കൊണ്ട് വെറുക്കപ്പെടുന്നവനുമുണ്ട്. മറുപടി പറയാൻ കഴിവില്ലാത്തതുകൊണ്ട് മൗനം ദീക്ഷിക്കുന്നവനുമുണ്ട്.